സംസ്ഥാനമൊട്ടാകെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് തലസ്ഥാന നഗരിയിൽ നടക്കാൻ പോകുന്നത്. ആ തലസ്ഥാന നഗരിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായ പേട്ടയിലെ LDF സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ചേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പും പ്രചരണമെല്ലാം? ആയിട്ട് പോകുന്നു. നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് പോവുകയാണ്. പിന്നെ വോട്ടർമാരെ എല്ലാം 2-3 പ്രാവശ്യം നേരിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ വികസനത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ ഇടതു മുന്നണിയുടെ പ്രകടന പത്രിക ഈ പറയുന്ന കണക്ക് നമ്മുടെ നഗരസഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണം എന്നുള്ളതാണ് അവർ ഇപ്പോൾ നമ്മളോടൊക്കെ ചെന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. നമ്മൾ ടെക്നോ പാർക്കിലെ IT പാർക്ക് ഒരു IT ഹബ്ബാകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, നമ്മളെ മെട്രോ റെയിൽ യാഥാർത്ഥ്യമാക്കണമെന്നുള്ള അഭിപ്രായം, അതുപോലെ തന്നെ വിഴിഞ്ഞം പിന്നെ സീപോർട്ടിൻ്റെ റിംഗ് റോഡ്സും മറ്റ് എക്സ്പാൻഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, എല്ലാ സ്മാർട്ട് റോഡുകളും പിന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ, അങ്ങനെയൊക്കെ അവരുടേതായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അവർ പറയുന്നത്. അവർ വികസനത്തിനൊപ്പമാണ്. അവർക്ക് വളരെ പ്രതീക്ഷയാണ് ഉള്ളത്. അവർ നമ്മൾ വോട്ട് ചോദിച്ചൊക്കെ പോകുമ്പോൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലെ അംഗത്തെ പോലെ തന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും അതും ഈ പറയുന്നത് പോലെ തന്നെ അർഹതപ്പെട്ട ആളുകൾക്കെല്ലാം ഇപ്പോൾ എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും തന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ആ പ്രഖ്യാപനങ്ങളെല്ലാം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ സർക്കാരിനെയും അതുപോലെ തന്നെ കഴിഞ്ഞ നഗരസഭ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെയും അവർ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ മാത്രമല്ല, പൊതുവിൽ കാണുന്ന ഒരു ട്രെൻഡെന്ന് പറയുന്നത് 101 വാർഡുകളിലും വലിയ ഭൂരിപക്ഷത്തിൽ LDF ജയിക്കും എന്നുള്ളൊരു ട്രെൻഡാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന് നിർത്താൻ പറ്റിയ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി എന്നാണ് ഒരു പരക്കെയുള്ളൊരു അഭിപ്രായം. അപ്പം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് BJP വലിയ പ്രതീക്ഷയിൽ വലിയ സംഘടനാ ശക്തമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. UDFനെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമാണ്, ജീവൻ നിലനിർത്തണം. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഇടതുപക്ഷത്തിൻ്റെ അതിജീവനം എന്ന് പറയുന്നത്? അല്ല, നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ജനം മനസ്സിലാക്കുകയാണല്ലോ നാട്ടിലെ വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവും എങ്ങനെയായിരിക്കും എന്നുള്ളത് ജനം കണ്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിന് അവരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല. അവരത് കൂടുതൽ കാര്യങ്ങളും കുറവുള്ള സ്ഥലങ്ങളിൽ അവർ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ UDFനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് അവർക്ക് ഏറ്റവും ദുർബലപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. വീടുകളിലെല്ലാം പോകുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിൻ്റെ തുടർന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അതൊരു പ്രതിഷേധമായി മാറിയിരിക്കുകയാണ്. വീട്ടിലെ പ്രത്യേകിച്ച് സ്ത്രീകളെന്ന് പറയുന്നത് ആ രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഈ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവർ TVക്കകത്തൂടെയൊക്കെ കാണുകയാണ്. അപ്പോൾ കോൺഗ്രസിനെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമായിരിക്കും വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിലവിലുള്ള 8 സീറ്റ് തന്നെ നിലനിർത്താൻ പാടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് BJPക്കെതിരായിട്ടുള്ളൊരു പ്രതിഷേധവും അവർ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു നാട്ടിൽ ഒരു സമാധാനത്തോടുകൂടി ജീവിക്കാനും എല്ലാ ജാതി മത സംഘടനകൾക്കും എല്ലാം ഒരുമിച്ച് പോകാനും ഒക്കെയുള്ള ഒരു താല്പര്യമാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ BJP കഴിഞ്ഞ കാലങ്ങളിൽ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. അവർ പ്രതിഷേധമെന്നുള്ള രൂപത്തിൽ ഈ വികസന പ്രവർത്തനങ്ങളെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടത്. ഇപ്പം തന്നെ അവരുടെ മാനിഫെസ്റ്റോ നോക്കിയാൽ ആരും ഞെട്ടിപ്പോകുന്ന തരത്തിൽ ഒരു നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സമൂഹവും ഈ നഗരസഭയ്ക്കകത്തൊക്കെ ജീവിക്കുന്നവർ പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2036 ഒളിമ്പിക്സ് വരും, ആ ഒളിമ്പിക്സ് ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമാണോ? 2036 ഒളിമ്പിക്സിനെ സംബന്ധിച്ച് ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ഇതിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ നടക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. ഒട്ടനവധി രാജ്യങ്ങൾ ഒളിമ്പിക്സ് നടത്തണമെന്നുള്ള ആവശ്യങ്ങളാണ് പറഞ്ഞത്. ആ ഒളിമ്പിക്സ് ഇവിടെ നടത്തുമെന്നുള്ളതാണ് അവരുടെ പ്രകടന പത്രികക്കകത്ത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നഗരസഭയും നമ്മുടെ സംസ്ഥാനം എന്നൊക്കെ പറയുന്ന നമ്പർ 1 സ്റ്റേറ്റായിട്ട് മാറിയിട്ടുണ്ട്. അവർ പറയുന്ന വീണ്ടും അതിനെ 3ാം സ്ഥാനത്താക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ വീടുകൾ എല്ലാവർക്കും വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞു. വീണ്ടും അവർ പ്രഖ്യാപിക്കുന്ന പറഞ്ഞാൽ വീട് വെച്ച് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം പൊള്ളത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട് തന്നെ കഴിഞ്ഞ ദുരന്തത്തിൽ പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള മനുഷ്യരുണ്ട്. അവർ ഒരു ദിവസം കൊണ്ട്
അവരുടെ ജീവിതവും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവിടെ പോലും പ്രധാനമന്ത്രി വന്നിട്ട് പോലും 1 രൂപ പോലും തരാതെ പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിനകത്ത് BJPയുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസം മുട്ടിച്ച് പിന്നെ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുത്തുക, നാട്ടിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ മുടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള പ്രതിഷേധമായിരിക്കും ഈ പറയുന്നത് പോലെ തന്നെ കേരളത്തിനോട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന പിന്നെ നിലപാടുകൾക്ക് എതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമായിരിക്കും BJPക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും വളരെ കുറച്ച് സീറ്റ് മാത്രമേ BJPക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ. പക്ഷേ ഈ വികസനം എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ BJP മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇവിടെ വരുന്ന ഈ റോഡുകളുടെ അവസ്ഥയാണെങ്കിലും അതുപോലെ തന്നെ മാലിന്യ പ്രശ്നമെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഈ നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്തെ നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ് എന്നും പറയുന്നുണ്ട്. അതിനെങ്ങനെയാണ് നേരിടുന്നത്? ഒന്ന് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തലസ്ഥാനത്ത് യാത്ര ചെയ്ത് നോക്കിയാൽ മതി, 43 സ്മാർട്ട് റോഡുകൾ ആയിക്കഴിഞ്ഞു അല്ലേ? ഞാനിപ്പോൾ തൊട്ട് അടുത്തുള്ള റോഡുകൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി, എത്ര വൃത്തിയായിട്ടാണ് റോഡുകൾ ഇവിടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രൂപത്തിൽ. അത് സ്വാഭാവികമായിട്ട് ഈ റോഡുകളെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ നോക്കുക, പേട്ട വെൺപാലവട്ടം, എൻ്റെ വാർഡിന് തൊട്ടുള്ള പേട്ട വെൺപാലവട്ടം റോഡ് 250 കോടി രൂപയുടെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ജനുവരി 30 തീരാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഈ സ്മാർട്ട് റോഡ്സ് എല്ലാം വന്നതിന് ശേഷം മാത്രമാണ് ബൈ റോഡ്സുകൾ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ബൈ റോഡ്സ് എന്ന് പറയുന്നത് ചിലതിനെല്ലാം പിന്നെ വീതി കൂട്ടാനുണ്ട്. അതിന് ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഉള്ള നിലവിലുള്ള റോഡുകൾ കുറേ കൂടി ബൈ റോഡ്സ്, വളരെ ചെറിയ റോഡ്സുകളെല്ലാം കുറേ കൂടി വലുതാക്കിക്കൊണ്ട് നല്ല രൂപത്തിലേക്ക് വരുന്ന നാളുകളിൽ വരാൻ പോകുന്ന 5 വർഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയിട്ടുള്ളതും ഇവിടെ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ റോഡുകൾ വികസിക്കുന്നില്ല എന്ന് പറയുമ്പം കേന്ദ്രം തരേണ്ട പൈസ തരുന്നില്ല. ഇവിടെ നടന്നിട്ടുള്ള റോഡിൻ്റെ വികസനം മുഴുവൻ സംസ്ഥാന സർക്കാരാണ് ഈ ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള പൈസ ഉൾപ്പെടെ മുടക്കിയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ത്യക്കകത്ത് തന്നെ ഏക സംസ്ഥാനം കേരളം മാത്രമാണ് പൈസ അങ്ങോട്ട് കൊടുത്ത് ഈ പറയുന്നത് പോലെ തന്നെ ഇവിടെ റോഡുകളെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളതെന്നുള്ള. കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ള 2 ലക്ഷം കോടി രൂപയുണ്ട്, നമുക്ക് അവകാശപ്പെട്ടിട്ടുള്ള രൂപയാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് നമ്മൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള, ആരും കൈനീട്ടുന്നതല്ല. ആ പണം കിട്ടിയാൽ ഇതിലും വേഗതയിലേക്ക് ഈ പറയുന്ന റോഡുകൾ മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ മാലിന്യ ശുചീകരണം എന്ന് പറയുന്നത് അത് നേരത്തെ തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നടത്തിയിട്ടുള്ള സർവേ, അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവാർഡ് ദാനം നടത്തിയപ്പോഴത്തേക്ക് കേന്ദ്രമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യക്കകത്ത് ഏറ്റവും നല്ല ശുചീകരണ മാലിന്യം നടത്തുന്ന ഒരു നഗരസഭയാണിതെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2500 ആളുകൾ രാവിലെ എണീറ്റ് നമ്മൾ നഗരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കേവലം തെരഞ്ഞെടുപ്പിനകത്ത് ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ എളുപ്പമാണ്. അതൊന്നും ആളുകൾ വിലയ്ക്ക് എടുക്കുന്നതല്ല. നല്ല ഭൂരിപക്ഷത്തിൽ നമ്മൾ LDF ജയിക്കുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഇടതുപക്ഷവും BJPയും തമ്മിൽ ഒരുമിച്ച് കൊണ്ട് UDFനെ പ്രധാന എതിരാളിയായി കാണുന്നു, UDFനെ തകർക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു. ആ ഒരു ആരോപണത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു? അങ്ങനെയൊന്നും നടക്കാനായിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് സാധാരണ നമ്മളെല്ലാം ഇവിടെ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരാണ്. CPMഉം BJPയുമായിട്ട് ഒരു അലയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരു കാരണവശാലും നടക്കാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ടതില്ല. കോൺഗ്രസ് അവർ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നേതാക്കന്മാരുടെ പെരുമാറ്റവും പ്രവർത്തനം, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അന്നേ ദിവസം പുറത്താക്കേണ്ടതല്ലേ? അത് ചെയ്യുന്നില്ലല്ലോ. അവർ വീണ്ടും അതിനെ ഇങ്ങനെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് പോവുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി അവരുടെ തകർച്ച അവർ തന്നെ ഇരന്നു വാങ്ങുകയാണെന്നുള്ളതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു കൗൺസിലറായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.